നമസ്കാരം. ശ്രീഭദ്ര ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാതകം പരിശോധിക്കുമ്പോൾ ജാതകത്തിൽ ചന്ദ്രൻ ഏത് രാശിയിലാണ് എന്ന് നോക്കുക. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മേടം രാശി മുതൽ മീനം രാശി വരെ ചന്ദ്രൻ ജാതകത്തിൽ നിന്നാൽ ഉണ്ടായേക്കാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ്. മേടം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയമാണ് ജനിക്കുന്നതെങ്കിൽ വൃത്തമായും ചുകന്നതും ഇരിക്കുന്ന കണ്ണുകളോട് കൂടിയവനായിരിക്കും. വേഗത്തിൽ ചൂടുള്ളതുമായ ഇലക്കറി സാധനങ്ങൾ ഭക്ഷിക്കുന്നവനും വേഗത്തിൽ സന്തോഷിക്കുന്നവനും സഞ്ചാരശീലനായും കാമിയായും ദുർബലങ്ങളായ കാൽമുട്ടുകളോട് കൂടിയവനായും സ്ഥിരമില്ലാത്ത ധനത്തോടു കൂടിയവനായും ശൂരനായും സ്ത്രീകളിൽ പ്രിയമുള്ളവനായും കുഴിനഖമുള്ളവനായും തലയിൽ വ്രണമോ മുറിവോ നിമിത്തം അടയാളപ്പെട്ടവനായും അഭിമാനിയായും സഹോദരന്മാരിൽ വെച്ച് മുമ്പനായും ശക്തിരേഖ കൊണ്ട് അടയാളപ്പെട്ട കൈത്തലത്തോട് കൂടിയവനായും ഏറ്റവും ചപലനായും ജലത്തിൽ ഭയമുള്ളവനായും ഭവിക്കും. ചന്ദ്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്ന സമയം ജനിക്കുന്നവൻ സൗന്ദര്യമുള്ളവനായും നല്ല നടപ്പോടു കൂടിയവനായും വിശാലങ്ങളായ തുടകളും മുഖവും ഉള്ളവനായും പൃഷ്ഠത്തിലും മുഖത്തിലും പാർശ്വഭാഗങ്ങളിലും അടയാളത്തോട് കൂടിയവനായും ത്യാഗിയായും സഹന ശക്തിയുള്ളവനായും പ്രഭുവായും തടിച്ച കഴുത്തോടു കൂടിയവനായും സ്ത്രീ സന്താനം ഏറിയിരിക്കുന്നവനായും കഫ പ്രകൃതിയായും പൂർവ ബന്ധുക്കൾ പൂർവധനം പുത്രന്മാർ എന്നിവയോട് വേർപെട്ടവനായും സൗഭാഗ്യവും ക്ഷമയും ഉള്ളവനായും ജഠരാഗ്നി വർദ്ധിച്ചവനായും സ്ത്രീപ്രിയനായും ഉറപ്പുള്ള ബന്ധുക്കളോട് കൂടിയവനായും ജീവിതകാലത്തിൻ്റെ മധ്യത്തിലും അന്ത്യത്തിലും സുഖമനുഭവിക്കുന്നവനായും തീരും. ഇടവൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മിഥുനത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയം ജനിക്കുന്നവൻ സ്ത്രീ ലോലനായും കണ്ണുകൾക്ക് താമ്രവർണ്ണവും ശാസ്ത്രങ്ങളിൽ ജ്ഞാനവും ദൂതവൃത്തിയും ചുരുണ്ട തലമുടിയും ബുദ്ധിക്ക് സാമർഥ്യം ഉള്ളവനായും ഹാസ്യരസം പരാഭിപ്രായം ചൂതുകളി ഇതുകളെ അറിയുന്നവനായും സുന്ദര ശരീരനായും ഇഷ്ടമായി പറയുന്നവനായും വളരെ ഭക്ഷിക്കുന്നവനായും സംഗീതത്തിൽ പ്രിയവും നൃത്തത്തിൽ ജ്ഞാനവും നപുംസകത്വമുള്ളവരോട് കൂടെ ക്രീഡിക്കുന്നവനായും ഉയർന്നിരിക്കുന്ന മൂക്കോടു കൂടിയവനായും ഭവിക്കും. കർക്കിടകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയം ജനിക്കുന്നവർ ഒരു പുറം ചരിഞ്ഞ് വേഗത്തിൽ നടക്കുന്നവരായും ഉയർന്നിരിക്കുന്ന കടിപ്രദേശത്തോട് കൂടിയവരായും സ്ത്രീകൾക്ക് അധീനനായും നല്ല ബന്ധുക്കളും ശാസ്ത്രങ്ങളിൽ ജ്ഞാനവും വളരെ ഗൃഹങ്ങളോട് കൂടിയവനായും നല്ല വാക്കുകൾ കൊണ്ട് വശപ്പെടുന്ന സ്വഭാവവും ഉള്ളവനായും ബന്ധുക്കളെ സ്നേഹിക്കുന്നവനായും ജലക്രീഡയിലും ഉദ്യാനക്രീഡയിലും താൽപ്പര്യമുള്ളവനായും ഭവിക്കും. ചിങ്ങം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയം ജനിക്കുന്നവർ ക്രൂരനായും വിശാലങ്ങളായ കവിൾത്തടങ്ങളും മുഖവും ഉള്ളവനായും കപിലവർണ്ണമുള്ള കണ്ണുകളോട് കൂടിയവനായും പുത്രന്മാർ കുറവുള്ളവനായും സ്ത്രീകളെ ദേഷിക്കുന്നവനായും മാംസത്തിലും കാട്ടിലും പർവ്വതത്തിലും താൽപ്പര്യമുള്ളവനായും വൃഥാ കോപവും അധികമായ വിശപ്പും ദാഹവും ഉദരരോഗവും
ദന്തരോഗവും ഉള്ളവനായും ദാനം ചെയ്യുന്നവനായും പരാക്രമിയായും സ്ഥിരബുദ്ധിയായും ഏറ്റവും അഭിമാനിയായും മാതാവിന് വശംവദനായും ഭവിക്കും. കന്നിരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയം ജനിക്കുന്നവൻ ലജ്ജ കൊണ്ട് അലസങ്ങളായ വീക്ഷണങ്ങളും സഞ്ചാരവും ഉള്ളവനായും ശിഥിലങ്ങളായ ചുമലുകളും കൈകളും സുഖാനുഭവവും മൃദുത്വവും സത്യനിഷ്ഠയും കലാകൗശലവും ശാസ്ത്രാർത്ഥ ജ്ഞാനവും ധർമ്മിഷ്ഠനും ഏറ്റവും ബുദ്ധിസാമർഥ്യവും സ്ത്രീഭോഗത്തിൽ അത്യാവേശവും ഉള്ളവനായും പരദ്രവ്യങ്ങളും പരഗ്രഹങ്ങളും ലഭിക്കുന്നവനായും വിദേശവാസിയായും കന്യാസന്താനങ്ങൾ ഏറിയും പുത്രന്മാർ കുറഞ്ഞും ഇരിക്കുന്നവനായും ഭവിക്കും. തുലാം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയം ജനിക്കുന്നവർ ദേവന്മാരെയും ബ്രാഹ്മണരെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരായും ബുദ്ധിമാനായും ശുചിത്വമുള്ളവനായും സ്ത്രീജിതനായും ദീർഘദേഹനായും നാസികയ്ക്ക് ഉന്നതത്വവും ശരീരത്തിന് കൃശതയും ദൗർബല്യവും നടക്കുന്നതിന് ഉത്സാഹവും ഉള്ളവനായും അർത്ഥവാനായും അംഗങ്ങൾക്കെവിടെയെങ്കിലും അപരിപൂർണതയും ക്രയവിക്രയങ്ങളിൽ സാമർഥ്യവും ഉള്ളവനായും ദേവപര്യായമായി ഏതെങ്കിലും വേറെയൊരു ഉപധാമം കൂടി സിദ്ധിക്കുന്നവനായും രോഗിയായും സ്വകുടുംബങ്ങൾക്ക് ഉപകാരത്തെ ചെയ്യുന്നവനായും ബന്ധുക്കളാൽ കോപിച്ചോ നിന്ദിച്ചോ ഉപേക്ഷിക്കപ്പെടുന്നവനായും ഭവിക്കും. വൃശ്ചികം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയം ജനിക്കുന്നവർ വിശാലമായ കണ്ണുകളും മാറിടവും തടിച്ചുരുണ്ട കണങ്കാലുകളും തുടകളും കാൽമുട്ടുകളും ഉള്ളവനായും മാതാപിതാക്കന്മാരോടും ആചാര്യനോടും അല്ലെങ്കിൽ മറ്റ് ഗുരുത്വമുള്ള ജ്യേഷ്ഠാദികളായ കുടുംബ അംഗങ്ങളോടും വേർപെട്ടവനായും ബാല്യത്തിൽ രോഗാദികളാൽ പീഡിതനായും രാജവംശത്തിൽ പൂജ്യനായും പിംഗലവർണ്ണമുള്ളവനായും ക്രൂരപ്രവൃത്തികളോട് കൂടിയവനായും മത്സ്യരേഖ വജ്രരേഖ പക്ഷിരേഖ എന്നിതുകളാൽ അടയാളപ്പെട്ടവനായും പാപകർമ്മങ്ങളെ ഗോപ്യമാക്കി വയ്ക്കുന്നവനായും ഭവിക്കും. ധനുരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയം ജനിക്കുന്നവൻ മുഖവും കഴുത്തും ഏറ്റവും നീണ്ടിരിക്കുന്നവനായും പിതൃധനത്തോടു കൂടിയവനായും ത്യാഗിയായും കവിയായും ബലവാനായും വാഗ്പതിയായും പല്ലുകളും കാതുകളും ചുണ്ടും മൂക്കും തടിച്ചിരിക്കുന്നവനായും എല്ലാ കാര്യത്തിലും ഉത്സാഹമുള്ളവനായും ശില്പവിദ്യയെ അറിയുന്നവനായും കഴുത്ത് കൂനിയോ ഇടുങ്ങിയോ ഇരിക്കുന്നവനായും കുൽസിതങ്ങളായ നഖങ്ങളും തടിച്ചിരിക്കുന്ന കൈകളും ഉള്ളവനായും ഏറ്റവും പ്രതിഭാശാലിയായും ധർമ്മജ്ഞാനിയായും ബന്ധുക്കളെ ദേഷിക്കുന്നവനായും ബലാത്കാരേണ വശീകരിക്കപ്പെടുവാൻ കഴിയാത്തവനായും നല്ല വാക്കുകൊണ്ട് എല്ലാവർക്കും അധീനനായി ഇരിക്കുന്നവനായും ഭവിക്കും. മകരം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയം ജനിക്കുന്നവൻ തൻ്റെ ഭാര്യാപുത്രന്മാരെ എപ്പോഴും ലാളിച്ചുകൊണ്ടിരിക്കുന്നവനായും ധാർമ്മികനാണെന്ന് നടിക്കുന്നവനായും ചടച്ചിരിക്കുന്ന അധശരീരത്തോടു കൂടിയവനായും നല്ല കണ്ണുകളും ഒതുങ്ങിയ അരക്കെട്ടും ഉള്ളവനായും പറയുന്നതിനെ വേഗത്തിൽ ധരിക്കുന്നവനായും സൗഭാഗ്യവും മടിയും ഉള്ളവനായും തണുപ്പിനെ സഹിക്കുവാൻ വയ്യാത്തവനായും സഞ്ചാരിയായും ഏറ്റവും ബാലാധിക്യം ഉള്ളവനായും കാവ്യകർത്താവായും പിശുക്കനായും അഗമ്യകളും വൃദ്ധകളുമായ സ്ത്രീകളിൽ താൽപ്പര്യമുള്ളവനായും ലജ്ജയില്ലാത്തവനായും നിർദ്ദയനായും ഭവിക്കും. കുംഭം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയം ജനിക്കുന്നവൻ ഒട്ടകത്തെപ്പോലെ നീണ്ടിരിക്കുന്ന കഴുത്തും പൊന്തിയിരിക്കുന്ന ചെറുഞരമ്പുകളും പരുഷങ്ങളായ രോമങ്ങളും നീണ്ട ശരീരവും തടിച്ചിരിക്കുന്ന കാലുകളും തുടയും പൃഷ്ഠവും നിതംബ സ്ഥാനവും മുഖവും അരക്കെട്ടും ഉള്ളവനായും ചെവി കേൾക്കാത്തവനായും പരസ്ത്രീയെയും പരദ്രവ്യത്തെയും ആഗ്രഹിക്കുന്നവനായും പാപകർമ്മങ്ങളിൽ താൽപരനായും വർധനയും ക്ഷയവും ഇടയ്ക്കിടെ ഉണ്ടായിരിക്കുന്നവനായും നല്ല പുഷ്പങ്ങളിലും സുഗന്ധദ്രവ്യങ്ങളിലും ബന്ധുക്കളിലും താൽപ്പര്യമുള്ളവനായും സഞ്ചാരക്ലേശത്തെ സഹിക്കുന്നവനായും ഭവിക്കും. മീനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയം ജനിക്കുന്നവൻ ജലോൽപ്പന്നങ്ങളായ ദ്രവ്യങ്ങളുടെ ക്രയവിക്രയാദികൾ കൊണ്ട് ലഭിക്കുന്ന ധനം കൊണ്ട് ഉപജീവിക്കുന്നവനായും
കളത്രത്തോടു കൂടെ വസിക്കുന്നവനായും ഭാര്യയിൽ അനുരാഗമുള്ളവനായും സർവ അവയവ പരിപൂർണവും സുന്ദരവും ആയ ശരീരത്തോടു കൂടിയവനായും ഉയർന്ന മൂക്കും വലിയ തലയും ഉള്ളവനായും ശത്രുക്കളെ തോൽപ്പിക്കുന്നവനായും സ്ത്രീകൾക്ക് അധീനനായും നല്ല കണ്ണുകളോടു കൂടിയവനായും കാന്തിയും നിധിദ്രവ്യവും സമ്പത്തും ഭോഗവും പാണ്ഡിത്യവും ഉള്ളവനായും ഭവിക്കും. ഇതെല്ലാം ചന്ദ്രൻ്റെ ബലാബലങ്ങൾ അനുസരിച്ചായിരിക്കും അനുഭവത്തിൽ വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചന്ദ്രൻ ഓരോ രാശിയിലും നിന്നാൽ ഉണ്ടായേക്കാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്നും ഒരുപാട് വീഡിയോസുകൾ ശ്രീഭദ്ര ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനൽ വഴി വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.